ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബദാം കാച്ചിയതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ റെസിപ്പിയിലോട്ടേക്ക് എടുക്കാം. ഇതിനായി ഞാൻ ഇവിടെ 1 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. ഞാൻ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഇത് സോക്ക് ചെയ്യാൻ വെക്കുന്നത്, കുതിരാൻ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 3-4 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ ഇവിടെ കുതിരാൻ വെച്ചിട്ടുണ്ടായിനി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിലാണ് കുതിരാൻ വെക്കുന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മതിയാവും. ഇനി ഇത് നമുക്ക് ഒരു 3-4 മണിക്കൂറിന് ശേഷം നോക്കാം. അങ്ങനെ 3-4 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതിന്മേലുള്ള നമുക്ക് തൊലി വിട്ടുമാറ്റാം. ഇത് നമ്മൾ കണ്ണൂരിൽ പാർട്ടിക്കും അതുപോലെ പുതിയാപ്പിള സൽക്കാരത്തിനൊക്കെ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇതിപ്പോൾ നോമ്പൊക്കെ അല്ലേ, നല്ലൊരു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ആക്കി നോക്കുക. അങ്ങനെ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് തേച്ചും ഇവിടെ തൊലി പൊളിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒരു 2 സ്പൂണ് അരക്കാൻ പാകത്തിനുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ, അതായത് 2 പാക്കറ്റ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് ബദാം എടുത്തത് കൊണ്ട് തന്നെ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ടായിന്. ഇനി നമുക്ക് പേസ്റ്റാക്കി വെച്ച ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പാലിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബദാം കാച്ചിയതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് പണിയോ അങ്ങനെയുള്ളതൊന്നുമല്ല. നമുക്ക് നേരത്തെ തന്നെ ബദാം കുതിർത്തി വെച്ചാൽ വേഗം തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയുമാണ്. അങ്ങനെ ഞാൻ പാലിലേക്ക് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പാല് നന്നായി തിളക്കട്ട്. അങ്ങനെ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 4 ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇപ്പം തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 6 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഗീയും കൂടി ചേർത്ത് കൊടുക്കുക. ഗീ എന്തായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്, എന്നാൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈ നിർത്താണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിലൊക്കെ പറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഇനി തിളക്കുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു യെല്ലോയിഷ് കളർ കിട്ടണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണിൽ പാലിലേക്ക് മഞ്ഞൾപ്പൊടി കലക്കി വീഴ്ത്തി കൊടുക്കുക. ഞാൻ ഇപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.